എല്ലാവർക്കും നമസ്കാരം. 8ാം ക്ലാസ്സിലെ ബയോളജി ക്ലാസ്സിലേക്ക് പോകാം. നമുക്കിന്ന് ഒരു പുതിയ ചാപ്റ്ററാണ് തുടങ്ങാൻ പോകുന്നത്, തലമുറകളുടെ തുടർച്ചയ്ക്ക്. എല്ലാ ജീവികൾക്കും അവരവരുടേതായ തലമുറകൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യുൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും പ്രത്യുൽപാദനം ഉണ്ട്. പ്രത്യുൽപാദനം നടന്നാൽ മാത്രമേ അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ. അത് ജന്തുക്കളിലാവട്ടെ സസ്യങ്ങളിലാവട്ടെ വിവിധ തരത്തിലാണ് ഇത് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വിത്തിൽ നിന്ന് പുതിയ ചെടി മുളയ്ക്കുന്നതെല്ലാം നമുക്കറിയാം. ആ ചെടി പുതിയ ചെടി വരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ പയറിൻ്റെ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ മുളപ്പിച്ച് കഴിഞ്ഞാൽ പയർ ചെടി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ 3 തന്നിട്ടുണ്ട്. പ്രത്യുൽപാദന രീതികളെല്ലാം വ്യത്യാസമുണ്ട്. ബാക്ടീരിയയിലും അതുപോലെ ഫംഗസ്, ഹൈഡ്ര ഇവയിലെല്ലാം വേറെ വ്യത്യസ്ത തരത്തിലാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. അതായത് ബാക്ടീരിയയിലാണെങ്കിൽ ദ്വിവിഭജനം, അതായത് ആദ്യം ഒരു കോശമാണ്, പിന്നീട് അത് 2 ആവുന്നു. ആ 2ലേക്കും ആ ഒരു മർമ്മവും ബാക്കി കോശാംഗങ്ങളെല്ലാം മാറി മാറി വ്യത്യസ്തമായിരിക്കുന്നു. പിന്നീട് അവ പാകമാവുമ്പോൾ 2ആയി വിഭജിക്കുന്നു. എല്ലാം വളരെ പെട്ടെന്ന് നിലവിലുള്ള ഒരു കോശം വിഭജിച്ച് മറ്റ് കോശങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് ബാക്ടീരിയയിൽ. എന്നാൽ ഫംഗസിലാണെങ്കിൽ രേണുക്കൾ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും അനുകൂല സാഹചര്യങ്ങളിൽ പുതിയ ജീവിയായി വരുവാനും ഈ ഫംഗസ് എന്ന സൂക്ഷ്മജീവിക്ക് രേണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് മൂലം അവരുടെ അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഹൈഡ്രയിൽ മുകുളനം, ശരീരഭാഗത്ത് നിന്ന് തന്നെ ഓരോ മുകുളങ്ങൾ പൊട്ടി മുളയ്ക്കുകയാണ്. പിന്നീട് അവ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പുതിയൊരു ഹൈഡ്രയായി മാറുന്നു. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ ബാക്ടീരിയ, ഫംഗസ്, ഹൈഡ്ര എന്നിവയുടെ പ്രത്യുൽപാദന രീതിയെക്കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂവ്. അതിനെക്കുറിച്ച് പഠിക്കാവും. ഏറ്റവും നന്നായി കിട്ടുന്ന ഒരു പൂവ് ചെമ്പരത്തി ആകുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയും. 7ാം ക്ലാസ്സിലൊക്കെ നിങ്ങളിങ്ങനെ ആൺലിംഗാവയവവും പെൺലിംഗാവയവം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു പൂവിൻ്റെ ആൺലിംഗാവയവങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കൂ. ആൺലിംഗാവയവങ്ങൾ കേസരം, കേസരപുടം, അതുപോലെ പരാഗി, തന്തുകം, പരാഗരേണു, പുംബീജം. പുംബീജം എന്നാൽ ആൺ ലിംഗത്തിൻ്റെ ആ ഒരു ഇതാണ് പുംബീജം. അതുപോലെ ഇവിടെ ആവുമ്പോൾ അണ്ഡം. പെൺലിംഗാവയവത്തിലും ഒരുപാടുണ്ട്. ആ പൂക്കൾ, ചെമ്പരത്തി പൂവിൻ്റെ നടുഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനിതണ്ട്, അണ്ഡാശയം തുടങ്ങിയ ഓവ്യൂൾ, അണ്ഡം തുടങ്ങിയ എല്ലാം ഉണ്ട്. സ്ത്രീലിംഗാവയവമാണ് അണ്ഡം. ഇവിടെ അണ്ഡം. പുരുഷലിംഗാവയവമാണ് പുംബീജം. അത് മനസ്സിലാക്കുക. ഇവ രണ്ടിൻ്റെയും കൂടെ ഒരു ബീജ സംയോഗം നടന്നാൽ മാത്രമേ അടുത്ത തലമുറ നമുക്ക് ലഭിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ. ചെമ്പരത്തി പോകാമ്പോൾ നിങ്ങളിതൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ടാവും. ചെമ്പരത്തിയാണ് നമുക്ക് പഠിക്കാനും എളുപ്പം. ഇങ്ങനെയാണ് ഒരു ബീജ സംയോഗം നടക്കുന്നത്. പൂവിൽ ആൺലിംഗാവയവും പെൺലിംഗാവയവും കാണുന്നുണ്ട്. അവയിൽ ഓരോരോ ഭാഗങ്ങളുണ്ട്. എന്തായാലും ആൺലിംഗാവയവം ഉൽപ്പാദിപ്പിക്കുന്നതാണ് പുംബീജം. അതുപോലെ പെൺലിംഗാവയവത്തിൻ്റേത് അണ്ഡം. ഈ അണ്ഡവും പുംബീജവും കൂടി ബീജസംയോഗം നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി പരാഗണം എന്താണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചിട്ടുണ്ടാവും. പരാഗരേണു പരാഗണ സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നു. അതായത് പരാഗണ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ കണ്ടോ, ഈ ചിത്രത്തിൽ നോക്കൂ. ഇതാണ് പരാഗണ സ്ഥലം. ഈ പരാഗരേണു പരാഗണ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നതിനെയാണ് പരാഗണമെന്ന് പറയുന്നത്. ഇനി പരാഗണത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത് നോക്കിക്കോളൂ. 2 ന്യൂക്ലിയസുകൾ രൂപപ്പെടുന്നുണ്ട്. ഏതൊക്കെയാ? ട്യൂബ് ന്യൂക്ലിയസും ജനറേറ്റീവ് ന്യൂക്ലിയസ്. പരാഗനാളം താഴത്തേക്ക് ഇറങ്ങുന്നു. ഇനി ഇത് നമുക്ക് ഇങ്ങനെ വായിച്ചാലേ ശരിയാവുള്ളൂ. ഇത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിത് വായിച്ച് പഠിക്കുക. പരിസരത്ത് ലഭ്യമായ ഏതെങ്കിലും ഒരു പൂക്കളിൽ നിന്ന്, നമ്മുടെ ചെമ്പരത്തിയാവും ഏറ്റവും നല്ലത്, അതിൽ നിന്ന് നമ്മൾ പരാഗരണക്കളെ ഗ്ലാസ് സ്ലൈഡിലേക്ക് ഇട്ടിട്ട് പഞ്ചസാര ലൈനി വെച്ച് കവർ ഗ്ലാസ് കൊണ്ട് മൂടുമ്പോൾ അതിലൂടെ നമുക്ക് ഈ പരാഗരേണുവിൻ്റെ ചെറിയൊരു രീതിയിലുള്ള വളർച്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ബീജസംയോഗം. ബീജസംയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാഗരേണുവിൽ 2 ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പരാഗരേണു നോക്കൂ, ചിത്രം നോക്കൂ. ട്യൂബ് ന്യൂക്ലിയസും ജനറേറ്റീവ് ന്യൂക്ലിയസ്. ഏതൊക്കെയാണ് 2 തരം? ട്യൂബ് ന്യൂക്ലിയസും ജനറേറ്റീവ് ന്യൂക്ലിയസും.
ഈ പരാഗസ്ഥലത്ത് പഠിക്കുന്ന പരാഗരേണു നിന്ന് രൂപപ്പെടുന്ന പരാഗനാളി, നാളി എന്ന് പറഞ്ഞാൽ ട്യൂബ്, അടിയിലേക്ക് പോകുന്ന ഈ നാളി അണ്ഡാശയത്തിൽ നേരെ, കണ്ടില്ലേ, അണ്ഡാശയത്തിൽ നേരെ അങ്ങോട്ട് പോവുകയാണ്, അണ്ഡാശയം ലക്ഷ്യമിട്ട് പോവുകയാണ്. അങ്ങനെ അണ്ഡാശയത്തിന് നേരെ വളരുമ്പോൾ എന്താ ഉണ്ടാവുക, പരാഗരേണുവിലെ ന്യൂക്ലിയസും ഈ പരാഗനാളിയിലേക്ക് പ്രവേശിക്കും. പരാഗരേണുവിലുണ്ടായിരുന്ന പരാഗരേണുവിലുണ്ടായ ന്യൂക്ലിയസ്, ഏതൊക്കെ ന്യൂക്ലിയസ്, ട്യൂബ് ന്യൂക്ലിയസും ജനറേറ്റിംഗ് ന്യൂക്ലിയസും, ഇത് രണ്ടും ഈ അണ്ഡാശയത്തിനെ ലക്ഷ്യമാക്കി പോവും. അങ്ങനെ അവിടെ വെച്ച് പരാഗനാളിയിൽ വെച്ച് തന്നെ ഈ ഇടയ്ക്കിങ്ങനെ ഈ കുഴലിൽ വെച്ച് തന്നെ ഏതാണ് നോക്കൂ, ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ചിട്ട് 2 പുംബീജങ്ങളായി മാറുന്നുണ്ട്. ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ച് 2 പുംബീജങ്ങളായി മാറുന്നുണ്ട്. ഒപ്പം തന്നെ എന്ത് സംഭവിച്ചു, ട്യൂബ് ന്യൂക്ലിയസ് അവിടെ വെച്ച് തന്നെ ശിഥിലീകരിച്ച് പോകുന്നുണ്ട്, താഴേക്ക് എത്തുന്നില്ല. ആ ട്യൂബിൽ ഈ പരാഗനാളിയിൽ വെച്ച് തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്. ജനറേറ്റീവ് ന്യൂക്ലിയസ് 2ആയി വിഭജിച്ച് 2 പുംബീജങ്ങൾ ഉണ്ടാവുന്നു. ട്യൂബ് ന്യൂക്ലിയസ് ആണെങ്കിൽ അവിടെ ശിഥിലീകരിച്ച് പോവുകയാണ്. ഇനി പരാഗനാളിയിലൂടെ അണ്ഡാശയത്തിലെത്തുന്ന ഈ പുംബീജങ്ങളിൽ ഒന്ന് അണ്ഡവുമായി ചേരുന്നു. ഏറ്റവും അടിയിൽ അണ്ഡാശയത്തിൽ അണ്ഡമുണ്ട്, ഈ അണ്ഡവുമായി ചേരുന്നു. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ പുംബീജം, 2 ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, അതിൽ രണ്ടാമത്തെ പുംബീജം അണ്ഡാശയത്തിലെ പോളാർ ന്യൂക്ലിയസ്, കണ്ടില്ലേ, ഈ പോളാർ ന്യൂക്ലിയസ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്, ഈ പോളാർ ന്യൂക്ലിയസുമായി ചേർന്ന് എൻഡോസ്പേം, അതായത് എൻഡോസ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ഡവുമായി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ സിക്താണ്ഡം അടുത്ത തലമുറ ഉണ്ടാവുന്നുണ്ട്. അവയ്ക്ക് വേണ്ട സമൃദ്ധ ആഹാരമായി മാറുന്നുണ്ട് ഏത്, ഈ പോളാർ ന്യൂക്ലിയസുമായി ചേർന്ന പുംബീജം. അപ്പോൾ പുംബീജം 2 ഉണ്ട്, ഒന്ന് അണ്ഡവുമായി ചേർന്ന് നമ്മൾ സിക്താണ്ഡം ഉണ്ടാവുന്നുണ്ട്. ഈ സിക്താണ്ഡത്തിന് വേണ്ട ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായ സമൃദ്ധ ആഹാരമായിട്ട് അടുത്ത പുംബീജം ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ പരാഗരേണുവിൽ ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസ് എന്ന 2 ന്യൂക്ലിയസ് ഉണ്ട്. പരാഗരേണു വന്ന് ഇവിടെ പതിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇത് പരാഗരേണു അങ്ങ് താഴേക്ക് അണ്ഡാശയത്തിനെ ലക്ഷ്യമാക്കി പോവുകയാണ് ചെയ്യുന്നത്. ആ പോകുന്ന വഴിയിൽ ജനറേറ്റീവ് ന്യൂക്ലിയസ് 2 ആവുന്നുണ്ട്, 2 പുംബീജം ആവുന്നുണ്ട്. ട്യൂബ് ന്യൂക്ലിയസ് ആണെങ്കിൽ ഈ പോകുന്ന അവിടെ തന്നെ വെച്ച് ശിഥിലീകരിക്കുന്നു, അവിടെ ഒന്നുമല്ല നശിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ശിഥിലീകരിക്കുന്നു. ഇനി ഒരു പുംബീജം അണ്ഡത്തെ ലക്ഷ്യമാക്കി അവിടെ സിക്താണ്ഡമാവുന്നു. അടുത്ത പുംബീജം പോളാർ ന്യൂക്ലിയസുമായി ചേർന്ന് അവിടെ സമൃദ്ധ ആഹാരമായിട്ട് മാറുന്നു. ഭ്രൂണത്തിന് ആവശ്യമായ ഒരു ആഹാരത്തിൻ്റെ രൂപം അവിടെ ഉണ്ടാവുന്നു. ഇതാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇതിനെയാണ് ബീജസംയോഗമെന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് 2 പുംബീജങ്ങളായി മാറുന്നത്, നമ്മുടെ ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ് 2 പുംബീജങ്ങളായി മാറുന്നത്. ഒപ്പം തന്നെ ട്യൂബ് ന്യൂക്ലിയസ് അവിടെ വെച്ച് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അടുത്തത് സസ്യങ്ങളിലെ കഴിഞ്ഞു. അതായത് നമ്മൾ ചെമ്പരത്തി പൂവിനെ കുറിച്ച് പഠിക്കുക നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള കാര്യം, കാരണം അവിടെ ഓരോ അവയവങ്ങളും വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തത് ജന്തുക്കളിലേക്ക്, മനുഷ്യന്മാരിലേക്ക് വരികയാണെങ്കിൽ അവിടെ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയും സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയും എന്ന 2 നമുക്ക് പ്രത്യുൽപാദന വ്യവസ്ഥകളുണ്ട്. ആദ്യമായി നമുക്ക് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ നോക്കാം. ഇങ്ങനെയാണ് കാണുക. പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ വൃഷണം, 2 വൃഷണമാണ് ഉള്ളത്. നോക്കൂ, 2 വൃഷണമാണ് ഈ ചിത്രത്തിൽ കാണിച്ചു തന്നിരിക്കുന്നത്. അതായത് വൃഷണം എപ്പോഴും വൃഷണസഞ്ചിക്കുള്ളിൽ കാണപ്പെടുന്നത്, ഒരു ചെറിയൊരു സഞ്ചി പോലുള്ളതിനുള്ളിലാണ് വൃഷണം എപ്പോഴും ഉണ്ടാവുക. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലാണ്, ഈ 2 വൃഷണങ്ങൾക്കുള്ളിലാണ് പുംബീജങ്ങളും പുരുഷ ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നത്. പുരുഷ സ്വഭാവത്തിന് പുരുഷ ഹോർമോൺ ആവശ്യമാണല്ലോ, അല്ലേ? അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ സ്ത്രീ ഹോർമോൺ ആവശ്യമാണ്. എന്നാലല്ലേ അവർക്ക് അവരുടേതായ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വൃഷണത്തിൽ എന്തൊക്കെയുണ്ട്? വൃഷണ സഞ്ചിക്കുള്ളിൽ കാണപ്പെടുന്നു പുംബീജങ്ങളും പുരുഷ ഹോർമോണും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അടുത്തത് ലിംഗം. ലിംഗം നോക്കൂ, ഇങ്ങനെ പ്രത്യേക തരത്തിലുള്ള ഒരു പേശികൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പേശികളും രക്താറകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടാണ്. ഇതിൻ്റെ ഉള്ളിലെ നാളത്തിലൂടെ കുഴൽ, നാളം പറഞ്ഞ കുഴൽ, അതിലൂടെ മൂത്രവും ശുക്ലവും പുറത്തെത്തുന്നു. മനസ്സിലായില്ലേ? മൂത്രവും ശുക്ലവും പുറത്തെത്തുന്നു. പുംബീജങ്ങളെ യോനിയിലേക്ക് നിക്ഷേപിക്കുന്നതും ലിംഗത്തിലൂടെയാണ്. മനസ്സിലായല്ലോ.
അടുത്തത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് ലിംഗത്തിനോട് തൊട്ട് മുമ്പിലുള്ളതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അതിലെന്താ സംഭവിക്കുന്നത് നോക്കൂ, ബീജങ്ങളുടെ പോഷണത്തിൽ ബീജങ്ങൾ ഇവിടെ നിന്നുണ്ടാവും. നോക്കൂ, വൃഷണത്തിൽ നിന്നുണ്ടായി ഇങ്ങനെ പോയി ബീജവാഹിയിലൂടെ പോയി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെത്തി, എന്നിട്ടാണ് ലിംഗം വഴി പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണ്? ബീജങ്ങളുടെ പോഷണത്തിനും അതുപോലെ ചലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ദ്രവം. ഒരു അല്പം ബീജങ്ങളുടെ ചലനത്തിനും പോഷണമൊക്കെ കൊടുക്കുന്നത് ആരാണ്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. മനസ്സിലായല്ലോ? അപ്പം വൃഷണങ്ങളിൽ നിന്നുണ്ടായി അത് ബീജവാഹി വഴി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെത്തി, അവിടെ നിന്നാണ് ലിംഗം വഴി പുറത്തേക്ക് പോകുന്നത്. അടുത്തത് ബീജവാഹി. വാഹി എന്ന് പറഞ്ഞ കുഴൽ. വൃഷണങ്ങളിൽ നിന്ന് പുംബീജം മൂത്രനാളിയിലേക്ക് എത്തുന്നുണ്ട്. അത് രണ്ടും ഒന്നിച്ചാണ് പോകുന്നത് അല്ലേ? അതായത് മൂത്രനാളിയിലേക്ക് എത്തുന്ന കുഴലും ഒന്ന് തന്നെ, ലിംഗത്തിലേക്ക് പോകുന്നതും ഒന്ന് തന്നെ. മനസ്സിലായല്ലോ? ഇതാണ് നമുക്ക് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഏതൊക്കെ ഭാഗങ്ങളുണ്ട്? വൃഷണം, ലിംഗം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, ബീജവാഹി. ഇതെല്ലാം നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. വരയ്ക്കാൻ വരികയില്ലെങ്കിലും ഇതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും എഴുതാനും വരും. മനസ്സിലായോ? ഇനി എന്താണ് പുംബീജം? പുംബീജം എന്ന് പറഞ്ഞാൽ വൃഷണത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പുംബീജം അല്ലേ? ആ പുംബീജം എന്ന് പറഞ്ഞാൽ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ, പുരുഷലിംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പുംബീജം. നോക്കൂ, പുംബീജങ്ങൾ ചലനശേഷിയുള്ളവയാണ്. നോക്കൂ, ഇതാണ് പുംബീജം. ഇവിടെ എന്താണ്? ചലനശേഷി ഉള്ളവയാണ്. മാത്രമല്ല അവയ്ക്ക് ഉടൽ, ശിരസ്, ഒരു ശിരസ്സുണ്ട്, ഉടലുണ്ട്, വാലുണ്ട്, അങ്ങനെ 3 ഇതുണ്ട്. വാല് ഉപയോഗിച്ചിട്ടാണ് ഇത് ചലിക്കുന്നത്. ഇതിന് ഊർജം എങ്ങനെ കിട്ടുക? ഈ ഉടലിൻ്റെ ഭാഗത്ത് മൈറ്റോകോൺട്രിയ. നിങ്ങൾ ഈ നമ്മൾ തുടക്കത്തെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചില്ലേ മൈറ്റോകോൺട്രിയ കോശാംഗങ്ങളെക്കുറിച്ചൊക്കെ? അതുപോലെ മൈറ്റോകോൺട്രിയ ഉടൽ ഭാഗത്ത് ധാരാളം ഉള്ളത് കൊണ്ട് നല്ല എനർജി ഉണ്ടാവും. ആ എനർജി ഉപയോഗിച്ചിട്ട്, ആ ഊർജം ഉപയോഗിച്ചിട്ട് അവർ നീങ്ങിപ്പോകും, ചലിക്കും. മനസ്സിലായില്ലേ? ഇനി പിതൃകോശങ്ങൾ അടങ്ങിയ ന്യൂക്ലിയസ് ശിരസിൽ കാണുന്നു. ഇവിടെ ന്യൂക്ലിയസിൻ്റെ മർമ്മം, അതിൽ പുംബീജമാണല്ലോ. അപ്പോൾ പിതൃകോശങ്ങളിൽ ക്രോമോസോമുകൾ അടങ്ങിയ ക്രോമോസോമുകൾ അടങ്ങിയ ഈ ന്യൂക്ലിയസൊക്കെ എഴുതുന്നുണ്ട്. ക്രോമോസോമിൽ എല്ലാ സവിശേഷതയും ഉണ്ടാവും അല്ലേ? പിതാവിൻ്റെ സവിശേഷതകൾ അടങ്ങിയ ക്രോമോസോമുകൾ എവിടെ കാണുന്നു? ശിരസിൽ കാണുന്നു. എവിടെയാണ് മൈറ്റോകോൺട്രിയ കാണുന്നത്? ഉടലിലാണ് കാണുന്നത്. പിന്നെ അവയുടെ വാലുപയോഗിച്ച് അവ ചലിച്ച് പോകുന്നു. നോക്കൂ, ഉദരാശയത്തിന് പുറത്ത് വൃഷണസഞ്ചികളിൽ ആണ് ഒരു ജോഡി വൃഷണങ്ങളിലാണ് ഈ പുംബീജങ്ങൾ രൂപപ്പെടുന്നത്. ജോഡി പറഞ്ഞാൽ 2 അല്ലേ? കണ്ടോ? ഈ 2 പുംബീജങ്ങൾ കാണുന്നത്. ഇനി പുരുഷ ലൈംഗിക ഹോർമോണായ, നമുക്കെല്ലാവർക്കും ഓരോ ഹോർമോണുണ്ട്. സ്ത്രീകൾക്ക് വേറെ ഹോർമോണും പുരുഷന്മാർക്ക് വേറെ ഹോർമോണുണ്ട്. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ, എന്താ പേര്? ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വൃഷണങ്ങളിലാണ്. മനസ്സിലായില്ലേ? പുംബീജങ്ങളുടെ ഉൽപ്പാദനത്തിന് ശരീര താപനിലയേക്കാൾ, നമ്മുടെ താപനിലയേക്കാൾ കുറവ് വേണം. അതുകൊണ്ടാണ് ഈ വൃഷണസഞ്ചികളിലാവുമ്പോൾ അത് നന്നായി നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉൾപ്പെടെയുള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവത്തോടൊപ്പം പുംബീജങ്ങൾ, അതായത് ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സ്രവത്തോടൊപ്പം പുംബീജങ്ങൾ ലിംഗത്തിലേക്ക് എത്തുകയും പുറത്തേക്ക് സ്രവിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ശുക്ല വിസർജനം. മനസ്സിലായില്ലേ? ശുക്ല വിസർജനമാണ്, ശുക്ലം പുറത്തേക്ക് പോകുന്നതിനെയാണ് ശുക്ല വിസർജനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് പുംബീജത്തിന് 3 ഇതുണ്ട്. ഏതൊക്കെയാണ്? സൂക്ഷ്മ കോശങ്ങളാണെങ്കിലും ശിരസ്, ഉടൽ, വാൽ എന്നിവയുണ്ട്. ശിരസിൽ എന്തുണ്ട്? പിതൃ ക്രോമസോമുകൾ അടങ്ങിയ ന്യൂക്ലിയസ് ശിരസിൽ കാണപ്പെടുന്നു. എന്നാൽ ഉടലിൽ എന്തുണ്ട്? ഉടലിൽ മൈറ്റോകോൺട്രിയ, ഊർജം നൽകുന്ന ഒരു കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയ ഉടലിലുണ്ട്. പിന്നെ അവ വാലുപയോഗിച്ച് ചലിച്ച് പുറത്തേക്ക് പോകുന്നതാണ്. ഇനി ഉദരാശയത്തിന് പുറത്താണ് വൃഷണസഞ്ചികൾ കാണുന്നത്. ഇത് നിങ്ങൾ നോക്കുക. ഇതിനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ തരാം. ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തി എഴുതണം. അടുത്തത് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ. സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ആദ്യം അണ്ടാശയത്തിൽ നിന്ന് തുടങ്ങാം. അണ്ടാശയം പറഞ്ഞാൽ കണ്ടു, ഈ 2 കാണുന്നുണ്ട്. ഇതാണ് അണ്ടാശയം.
2 അണ്ഡാശയങ്ങളുണ്ട്. അണ്ഡകോശവും സ്ത്രീ ഹോർമോണുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. പുരുഷൻ്റെ ഹോർമോൺ വൃഷണത്തിൽ പുരുഷ ഹോർമോൺ ഉണ്ടെന്നൊക്കെ നമുക്കറിയാമല്ലോ. അതുപോലെ ഇവിടെ സ്ത്രീകൾക്കും എന്തുണ്ട്? അണ്ഡാശയത്തിൽ ഹോർമോണുകൾ ഉണ്ട്. അണ്ഡവാഹി കുഴലുകൾ. അണ്ഡവാഹി നോക്കൂ, 2 ഭാഗത്തും 2 കുഴലുകളുണ്ട്. അണ്ഡവാഹി അണ്ഡത്തെ, ഇവിടെ ഉണ്ടാകുന്ന അണ്ഡത്തെ ഗർഭാശയത്തിലേക്ക് വഹിച്ചിട്ട് എവിടേക്ക് കൊണ്ടുപോകണം? ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബീജസംയോഗം നടക്കണം. ഇവിടെ വെച്ച് ബീജസംയോഗം നടക്കണം. ഇവിടെ വെച്ചിട്ട് ബീജസംയോഗം നടക്കണം. അണ്ഡവാഹിയിൽ വെച്ച് ബീജസംയോഗം നടക്കണം. അപ്പോൾ അടുത്തത് ഗർഭാശയം. ഇതാണ് ഗർഭാശയം. ഒരു ശിശു വളരുന്ന ഒരു സ്ഥലമാണ് ഗർഭാശയം. ഭ്രൂണം വളർന്ന് പൂർത്തീകരിക്കുന്ന ഭാഗമാണ്. മനസ്സിലായില്ലേ? ഭ്രൂണം വളരുന്ന ഭാഗം. അതായത് ഇവിടെ വെച്ച് അണ്ഡവും പുംബീജവും തമ്മിൽ യോജിച്ച് കഴിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തി, ഒരുവിധം വളർച്ചയെത്തുമ്പോൾ മെല്ലെ മെല്ലെ അണ്ഡാശയത്തിനകത്തേക്ക് വന്ന് ഇവിടെയാണ് പിന്നെ ശിശുവിൻ്റെ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് വളർന്ന് ആ ശിശു പൂർണ്ണമായും വളരുന്നത്. മനസ്സിലായില്ലേ? ഗർഭാശയം ഭ്രൂണം ഇവിടെയാണ് വളരുന്നത്. അടുത്തത് എൻഡോമെട്രിയം. ഗർഭാശയ ഭിത്തിയുടെ ഉൾഭിത്തിയിൽ ഈ ഭ്രൂണം പിടിച്ച് വളരാൻ കണ്ടില്ല, ഒരു നീല കളറുള്ളൊരു ഒരു പാളി, ഒരു ചെറിയൊരു തൊലിപ്പുറം പോലെയുണ്ട് ഗർഭാശയ ഭിത്തിൻ്റെ ഉള്ളിൽ. അതാണ് ഗർഭാശയത്തിനുള്ളിൽ, അതാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അടുത്തത് യോനി വഴിയാണ് ശിശു പുറത്തേക്ക് വരുന്നത്. കണ്ടോ? ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന പുംബീജങ്ങൾ ഇവിടെ നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ ഉള്ളിലേക്ക് പോയി അണ്ഡവാഹിയിൽ ഇവിടെ എത്തുമ്പോഴാണ് അണ്ഡം ഇവിടെ നിന്ന് വരികയും പുംബീജം ഇവിടെ വരികയും ചെയ്ത് ഇവിടെ വെച്ചാണ് ഇത് ബീജസംയോഗം നടക്കുക. അണ്ഡവാഹിയിൽ വെച്ച് നടക്കുന്നു. ഏതാനും ദിവസങ്ങൾ, ആഴ്ചകളൊക്കെ കഴിയുമ്പോൾ അവ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് കയറി വന്ന് ഗർഭാശയത്തിനുള്ളിൽ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. ഇനി പുംബീജം പോലെ ചലിക്കാൻ കഴിവുള്ളവയെല്ലാം സ്ത്രീ ബീജം. അവ ഉരുണ്ടിട്ടാണ്, കണ്ടോ, ഉരുണ്ടിട്ടാണ് അണ്ഡമിരിക്കുന്നത്. അവിടെ പുംബീജത്തേക്കാൾ വലുതാണ് അണ്ഡത്തിന് ചലനശേഷിയില്ല. പിന്നെന്തൊക്കെയാണ്? അണ്ഡത്തിൻ്റെ കോശസ്ഥലത്തിൽ പ്രത്യേകമായിട്ട് ഒരു സംരക്ഷണ ബാഹ്യ ആവരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വ്യത്യാസം? പുംബീജം ചലിക്കുന്നു, എന്നാൽ അണ്ഡം ചലിക്കുന്നില്ല. പുംബീജത്തേക്കാൾ വലുതാണ് അണ്ഡം. ഇത്രയുമാണ് നമ്മൾ ഈ 2 ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തത് ഉദരാശയത്തിലെ ഒരു ജോഡി അണ്ഡങ്ങളും സ്ത്രീ ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. അതായത് സ്ത്രീ ലൈംഗിക ഹോർമോൺ 2 ഉണ്ട്, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഇത് രണ്ടുമാണ് സ്ത്രീ ലൈംഗിക ഹോർമോൺ. അങ്ങനെ അണ്ഡാശയത്തിൽ വെച്ച് പാകമാവുന്ന അണ്ഡം പുറത്തേക്ക് വരുന്ന ഒരു പ്രക്രിയയാണ് അണ്ഡോത്സർജനം. അതായത് ഇവിടെ നിന്ന്, നമ്മളിവിടെ ഒരു വെളുത്തത് കണ്ടില്ലേ നേരത്തെ കഴിഞ്ഞ പിക്ചറിൽ, ഇവിടെ നിന്ന് അണ്ഡം പുറത്തേക്ക് വരുന്നതിനെ പറയുന്ന പ്രക്രിയയാണ് അണ്ഡോത്സർജനം. മനസ്സിലായില്ലേ? അണ്ഡം പുറത്തേക്ക് വരുന്ന ഇത്. അണ്ഡം സാധാരണഗതിയിൽ മാസത്തിൽ ഒരു അണ്ഡം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അത് പാകമായി പുറത്തേക്ക് ഇവിടെ നിന്ന് വരണം, അണ്ഡാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരണം. അതാണ് അണ്ഡോത്സർജനം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ നോട്ടുകളൊക്കെ ഞാൻ എഴുതി തരുന്നതാണ്. അടുത്തത് ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻസ്. അതായത് ഫോർ ദ കണ്ടിന്യൂറ്റി നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസിങ്. അതാണ് ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ. അതിനൊരു സ്പെസിഫിക് വേർഡ് ഉണ്ട്, റീപ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്സ്. Reproduction means the process of giving birth to new generation. മനസ്സിലായല്ലോ? അപ്പോൾ there are different types of reproduction. നേച്ചറിൽ തന്നെ പല ടൈപ്പിലും റീപ്രൊഡക്ഷൻ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ, that is binary fission. Binary fission, from the word itself we get the idea. Bi, രണ്ടാവുന്നു, 2. During binary fission an existing cell divides into 2. അല്ലേ? അതെന്താവും? ആ ഉള്ള സെല്ല് രണ്ടായിട്ട്, ആൻഡ് ദിസ് ഈച്ച് ഡോട്ടർ സെൽ ഗ്രോസ് ഇൻ ടു എൻ അഡൾട്ട് വൺ. അത് ഓരോന്നാവുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബൈനറി ഫിഷൻ. മനസ്സിലായില്ലേ? ദിസ് ഈസ് കോൾഡ് ബൈനറി ഫിഷൻ. ഫ്രം എ സിംഗിൾ സെൽ 2 cells are produced. That is binary fission. Next is fungus, പൂപ്പലുകൾ.
അതിലെങ്ങനെയാണ് സ്പോർ ഫോർമേഷൻ. സ്പോർസ് ആർ മൈന്യൂട്ട് സെൽസ്. ഇതിൻ്റെ അറ്റത്ത് ഈ കാണുന്ന ഈ ചെറിയതിൻ്റെ അറ്റത്ത് സ്പോർസ് ഉണ്ടാവുന്നുണ്ട്. As fungi reproduce through spores. Spores are small cells which can survive in unfavorable conditions. And develop into new organism. അതായത് അൺഫേവറബിൾ അവർ മിണ്ടാതിരുന്നിട്ടും ഒരു കുഴപ്പമില്ലാതെ ഫേവറബിൾ കണ്ടീഷൻസ് ആകുമ്പോൾ അവരൊരു പുതിയ ഓർഗാനിസംസ് ആകുന്നു. ദിസ് ടൈപ്പ് ഈസ് കോൾഡ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ. ഇത് മൂന്നുമാണ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. Not sexual reproduction. There are two types of reproduction, sexual and asexual. ഇങ്ങനെയുള്ളതിനെയൊക്കെ അസെക്ഷൽ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫംഗൈ. ബഡ്സ് ആർ ഫോംഡ്. കുമിളകൾ പോലെ ശരീരത്തിൽ ഒരെണ്ണം പറ്റിപ്പിടിച്ചിരിക്കുന്നു. ബഡ്സ് ആർ ഫോംഡ് ഇൻ ദ പാരൻറ്റ് ബോഡി. when it grows it separates. അതായത് ആ ബഡ്ഡുകൾ വളരുമ്പോൾ it separates itself from the parent body and it develops into a new organism that is known as budding. budding ഏതിലാ? ഹൈഡ്ര. ഫംഗസിലേതാ? സ്പോർ ഫോർമേഷൻ. ബാക്ടീരിയ ബൈനറി ഫിഷൻ. ദീസ് ആർ ഓൾ asexual reproduction. രണ്ട് തരം ഉണ്ടെന്നറിയാലോ, സെക്ഷുവൽ ആൻഡ് asexual reproduction. Next is collect flowers from our surroundings. It's very easy to collect hibiscus flower. The very clear male reproductive part as well as female reproductive part. That is the peculiarity of hibiscus plant. അപ്പോൾ ഹിബിസ്കസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് ആസ് വെൽ ആസ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് നമുക്ക് കാണാൻ കഴിയും. മെയിൽ റിപ്രൊഡക്റ്റീവ് അതിലെന്തൊക്കെ ഉണ്ടാവും? ഫിലമെൻറ്റ്, ദെൻ ആന്തർ പറഞ്ഞാൽ പൂമ്പൊടിയുടെ ഭാഗം. ദെൻ ആന്തർ കണ്ടെയ്ൻസ് വാട്ട്? ആന്തറിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? പോളൻ ഗ്രെയിൻസ് ആൻഡ് മെയിൽ ഗാമെറ്റ്. പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻസ് മെയിൽ ഗാമെറ്റ്. മനസ്സിലായല്ലോ? ഇതാണ് മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്. അതായത് ഫിലമെൻറ്റ്സ് ഉണ്ടാവും, സ്റ്റേമൻസ്. ആ ഒരു പൂമ്പൊടി പോലെ കണ്ടിട്ടില്ലേ? മഞ്ഞ ചുമപ്പ് തണ്ടുമേൽ മഞ്ഞ ഇതായിട്ട് പൂമ്പൊടി. സ്റ്റേമൻസ് എന്തൊക്കെ ഉണ്ടാവും? ഫിലമെൻറ്റ് ആൻഡ് ആന്തർ. ഫിലമെൻറ്റും ആന്തറും ഉണ്ടാവും. ആന്തറിൻ്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻ ആൻഡ് പോളൻ ഗ്രെയിൻ കണ്ടെയ്ൻസ് ദിസ് മെയിൽ ഗാമെറ്റ്. മനസ്സിലായല്ലോ? ക്ലിയർ? ഇതാണ് നമ്മുടെ 7ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെയിൽ റിപ്രൊഡക്റ്റീവ് പ്ലാന്റ് പാർട്ട്, നോട്ട് പ്ലാന്റ്, പാർട്ട്. നെക്സ്റ്റ് ഈസ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്. അതായത് നടുക്കുള്ള ഭാഗം. പിസ്റ്റിൽ, അത് കഴിഞ്ഞാൽ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓവറിയും വട്ടത്തിലുള്ള ഭാഗമാണ് ഓവറി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സ്റ്റിഗ്മ പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഈ ഭാഗം. സ്റ്റൈൽ മീൻസ് ദിസ് തണ്ട് പോലുള്ളത്. ഇതൊക്കെയാണ് ഒരു ഇതുള്ളത്. ഓവറിക്കകത്ത് എന്തുണ്ട്? ഓവ്യൂൾ. ഓവ്യൂളുടെ ഉള്ളിലാണ് ഓവം. ഓവം മീൻസ് എഗ്. അപ്പോൾ എന്താണ്? ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിൽ ഓവം ഉണ്ട്. അതുപോലെ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിൽ അവസാനം മെയിൽ ഗാമെറ്റ് ഉണ്ട്. മെയിൽ ഗാമെറ്റ് ആൻഡ് ദിസ് എഗ് ഓർ ഓവം ഫെർട്ടിലൈസേഷൻ രണ്ടും കൂടി ചേർന്നാലേ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവുള്ളൂ. വാട്ട് യു മീൻ ബൈ പോളിനേഷൻ? യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദിസ്. പോളിനേഷൻ is a transfer of pollen grains to the stigma. കണ്ടില്ലേ? ഈ സ്റ്റിഗ്മയുടെ മുകളിലേക്ക് പോളൻ ഗ്രെയിൻസിനെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഇതാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലല്ലേ? വാട്ട് ഹാപ്പൻസ്? അങ്ങനെ വരുമ്പോൾ ബിഫോർ പോളിനേഷനിലും എന്തുണ്ടാവും? ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും. പോളിനേഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവും? 2 ന്യൂക്ലിയസ് ഉണ്ടാവും. ട്യൂബ് ന്യൂക്ലിയസ് ആൻഡ് ജനറേറ്റീവ് ന്യൂക്ലിയസ്. ഇത് രണ്ടും കൂടി നമ്മുടെ പോളൻ ട്യൂബിലേക്ക് ഇങ്ങനെ പോക്കണം. പോളൻ ട്യൂബായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മുടെ ഓവറിയുടെ ഭാഗത്തേക്ക് ലക്ഷ്യമിട്ട് ഇറങ്ങും. മനസ്സിലായല്ലോ? പോളൻ ഗ്രെയിൻ നമ്മുടെ ഇങ്ങനെ പോളൻ ട്യൂബ് വഴി താഴേക്ക് വരും. ഇനി നിങ്ങൾ മൈക്രോസ്കോപ്പിൽ കണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ അതിങ്ങനെ ഒന്ന് പിന്നെ വിരിഞ്ഞ് ഒരു നീളത്തിലൊക്കെ ആവുന്ന കാണാം. ഷേപ്പൊക്കെ ഒന്ന് മാറുന്നത് കാണാൻ കഴിയും. അതാണ് നമുക്ക് ഷുഗർ സൊല്യൂഷനിലിട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വന്ന് എത്തി. പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻ 2 ന്യൂക്ലിയസ്. ഏതൊക്കെയാണ്? ജനറേറ്റീവ് ന്യൂക്ലിയസ് ആസ് വെൽ ആസ് ട്യൂബ് ന്യൂക്ലിയസ്. 2 ന്യൂക്ലിയസ് ഉണ്ട് പോളൻ ഗ്രെയിൻസിൽ. വാട്ട് ആർ ദേ? ജനറേറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് ട്യൂബ് ന്യൂക്ലിയസ്. The pollen tube develops from the
പോളൻ ഗ്രെയിൻ, അതായത് പോളൻ ട്യൂബ്. പോളൻ ഗ്രെയിൻ വന്ന് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു ട്യൂബായിട്ട് താഴേക്ക് ഇറങ്ങിപ്പോകും. എവിടേക്കാണ് പോകുന്നത്? ടു ദ ഓവറി. നോക്കൂ, ദ പോളൻ ട്യൂബ് ഡെവലപ്സ് ഫ്രം ദ പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിനിൽ നിന്ന് പോളൻ ട്യൂബായിട്ട് താഴേക്ക് പോകും. ഫോൾസ് ടു ദ സ്റ്റിഗ്മ ആൻഡ് ഗ്രോസ് ടുവേർഡ്സ് ദ ഓവറി. ഓവറിയിലേക്ക് എത്തും. അലോങ് വിത്ത് ദിസ് ന്യൂക്ലിയ, ഇതിൻ്റെ ഉള്ളിൽ 2 ന്യൂക്ലിയ ഉണ്ടെന്ന് പറഞ്ഞല്ലോ പോളൻ ഗ്രെയിനിൻ്റെ ഉള്ളിൽ. ഏതൊക്കെയാണ്? ജനറേറ്റീവ് ന്യൂക്ലിയസ് ആസ് വെൽ ആസ് ട്യൂബ് ന്യൂക്ലിയസ്. ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ്സ് ഇൻറ്റു 2. അതായത് ഈ പോളൻ ട്യൂബിൽ ഇവിടെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പോളൻ ട്യൂബിൽ വെച്ചിട്ട് തന്നെ അവർ 2 ആവും. ആര്? ജനറേറ്റീവ് ന്യൂക്ലിയസ് ദേ ഡിവൈഡ്സ് ഇൻറ്റു 2. അതായത് 2 മെയിൽ ഗ്യാമറ്റായി മാറും. ഈ ട്യൂബ് ന്യൂക്ലിയസ് എന്ന ആൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഡിസിൻറ്റിഗ്രേറ്റ്, നശിച്ചു പോകും. ഡിസിൻറ്റിഗ്രേറ്റ് ഇവിടെ നശിച്ചു പോകും. അപ്പോൾ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ്സ് ഇൻറ്റു 2 മെയിൽ ഗ്യാമറ്റ്സ് ആൻഡ് ട്യൂബ് ന്യൂക്ലിയസ് ഡിസിൻറ്റിഗ്രേറ്റ്. ഒക്കെ ഇവിടെ തന്നെ നടക്കുന്നുണ്ട്, താഴേക്ക് വരുന്നില്ല. 1 ഓഫ് ദ 2 ഉണ്ടായിന്ന് പറഞ്ഞല്ലോ. 1 ഓഫ് ദ മെയിൽ ഗ്യാമറ്റ്സ് റീച്ചസ് ദ ഓവറി. ഓവറിയിലേക്ക് ഒരെണ്ണം എത്തുമ്പോൾ നേരെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട്, അടുത്ത തലമുറയിലേക്ക് ഉള്ള സൈഗോട്ടായി മാറാൻ ഒരുക്കമായി. ഈ സെക്കൻഡ് മെയിൽ ഗ്യാമറ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഫ്യൂസസ് വിത്ത് ദി പോളാർ ന്യൂക്ലിയ. ഈ പോളാർ ന്യൂക്ലിയമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവും? ഒരു എൻഡോസ്പേം എന്നൊരു ഇതുണ്ടാവും. എൻഡോസ്പേം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർഡ് ഫുഡ്. ആർക്കാണ്? ഇത് വളരുമ്പോൾ, എംബ്രിയോ സൈഗോട്ടൊക്കെ വളരുമ്പോൾ അതിനുള്ള ഫുഡായിട്ട് ഇവിടെ അടുത്തൊരു ഗ്യാമറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. 2 ഗ്യാമറ്റ്സ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. 1 ജോയിൻ വിത്ത് ദി എഗ് ആൻഡ് ഫോം സൈഗോട്ട് and another join with the polar nuclei and it is for the food for the embryo's growth. അതായത് എംബ്രിയോയ്ക്ക് വേണ്ട ആ ഫുഡൊക്കെ നമ്മുടെ സെക്കൻഡ് ന്യൂക്ലിയയിൽ ഉണ്ടാവും. നമ്മൾ ഹിബിസ്കസിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് അബൌട്ട് റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സിൽ മാൻ, ഫീമെയിൽ ഇവരാണ് ഉള്ളത് അല്ലേ? ദാറ്റ് അല്ലേ? നമ്മൾ 2 പേരാണ് ഉള്ളത്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആസ് വെൽ ആസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് ഇത്, മനസ്സിലായില്ലേ? ഇത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്, ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. വാട്ട് ആർ ദ പാർട്സ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് 2 ടെസ്റ്റിസ് എന്ന 2 ഭാഗങ്ങൾ, 2 പെയർ ഓഫ് ടെസ്റ്റിസ് ആർ ദെയർ. ആ ടെസ്റ്റിസ് എന്തിലാണ് വെച്ചിരിക്കുന്നത്? സ്ക്രോട്ടൽ സാക്ക്. സ്ക്രോട്ടൽ സാക്ക് മീൻ മസ്കുലാർ സാക്ക്, സ്പെഷ്യൽ കൈൻഡ് ഓഫ് മസ്കുലാർ സാക്ക്. അതാണ് സ്ക്രോട്ടൽ സാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് സ്പേംസ് ആൻഡ് മെയിൽ ഹോർമോൺസ്. സ്പേംസ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ക്യാരക്ടറിസ്റ്റിക് ഉള്ളതാണ് സ്പേം. അതുപോലെ മെയിൽ ഹോർമോൺസ് ഉണ്ട് അല്ലേ? മെയിലിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അടങ്ങിയ മെയിൽ ഹോർമോൺസ് ആവശ്യമാണ്. നെക്സ്റ്റ് ഈസ് പെനിസ്. ഈ സ്പെഷ്യലി മസ്കുലറായിട്ട് മസിൽസും ബ്ലഡ് സ്പേസസൊക്കെ ഉള്ള ഒന്നാണ് പെനിസ്. ആൻഡ് യൂറിൻ ആൻഡ് സെമൻ കം ഔട്ട്. സെമൻ മീൻസ് സ്പേം. ഈ സ്പേമൊക്കെ വരുന്ന, യൂറിനും സ്പേമും ഒക്കെ വരുന്നത് ഇതിൽ കൂടിയ ഒരു സ്പെഷ്യൽ ഡക്റ്റ് ഉണ്ട്, അതിൽ കൂടെ വരും. മനസ്സിലായില്ലേ? ഈ പെനിസിലൊരു ഡക്റ്റ് ഉണ്ട്. ഡക്റ്റ് പറഞ്ഞാൽ കുഴലുകൾ. ഇൻസൈഡ് ദ പെനിസ് ഇറ്റ് ഹെൽപ്സ് ടു ഡെപ്പോസിറ്റ് സ്പേംസ് ഇൻ ദ വജൈന. വജൈനയിൽ, അതായത് സ്പേംസ് വജൈനയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് പെനിസ്. നെക്സ്റ്റ് ഈസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പറയുമ്പോൾ നമ്മുടെ പെനിസിൻ്റെ തൊട്ട് മുകളിലാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ എന്തുണ്ടാവും? പ്രൊഡ്യൂസസ് സെക്രീഷൻ ദറ്റ് കണ്ടെയ്ൻസ് ദ ഫാക്ടേഴ്സ്. അതായത് ഈ ഗ്യാമറ്റിന്, ഏതാ ഗ്യാമറ്റ് ഉണ്ടായത്? മെയിൽ ഗ്യാമറ്റിൻ്റെ സ്പേം ഉണ്ടായില്ലേ? ഈ സ്പേം ഈ ടെസ്റ്റിസിൽ ഉണ്ടായിട്ട് അത് നമ്മുടെ വാസ് ഡിഫറൻസ് പറഞ്ഞാൽ നമ്മുടെ കുഴലുകൾ, ഈ കുഴൽ കൂടെ എത്തി യൂറിനറി അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ യൂറിറ്ററിൽ കൂടെ പോയി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ എത്തുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ന്യൂട്രീഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഗ്യാമറ്റ്സിനെ സഹായിക്കും. നല്ല ന്യൂട്രീഷനും മൂവ്മെൻറ്റ്സ് ഓഫ് ഗ്യാമറ്റിനൊക്കെ ആര് സഹായിക്കും? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സഹായിക്കും. അവിടെ ഒരു സ്പെഷ്യൽ സെക്രീഷൻ ഉണ്ട്. നെക്സ്റ്റ് ഈസ് വാസ് ഡിഫറൻസ്. അതായത് ഒരു കുഴൽ പോലെ ദിസ് ഡക്റ്റ് ക്യാരീസ് സ്പേംസ് ഫ്രം ദ ടെസ്റ്റിസ് ടു ദ യൂറിറ്റർ. കണ്ടോ? യൂറിറ്ററിലേക്ക് അങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. ദെൻ യൂറിൻ ആൻഡ് സ്പേം കംസ് ത്രൂ ദിസ് penis. Got it? What are the parts of male reproductive system? Testis, penis,
പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് വാസ് ഡിഫറൻസ്. നെക്സ്റ്റ് ഈസ് നമ്മൾ സ്പേം ഉണ്ടാവുമെന്ന് പഠിച്ചല്ലോ. ആ സ്പേമിനെ കുറിച്ച് പഠിക്കാം. സ്പേം ഇസ് ദ മെയിൽ ഗാമറ്റ്. അതിൽ ഇറ്റ് ഈസ് വെരി മൈക്രോസ്കോപ്പിക് ആൻഡ് മോട്ടൈൽ. മോട്ടൈൽ മീൻസ് മൂവ്മെൻ്റ് ഉള്ളത്, മോട്ടൈലുമാണ്. ദെൻ 3 parts ആർ ദർ: ഹെഡ്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. ഹെഡ്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. നെക്കെന്നും പറയാറുണ്ട്. ദെൻ വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ഹെഡ്? ഹെഡിൽ എന്തുണ്ടാവും? ഇറ്റ് കണ്ടെയ്ൻസ് പാരൻ്റൽ ക്രോമസോംസ്. ഹെഡിൽ എന്തുണ്ടാവും? ദർ ഈസ് 1 ന്യൂക്ലിയൈ ആൻഡ് ദിസ് ന്യൂക്ലിയൈ കണ്ടെയ്ൻസ് പാരൻ്റൽ ഹോർമോൺസ്. പാരൻ്റൽ ഹോർമോൺസ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ദെൻ വാട്ട് അബൌട്ട് നെക്ക്? നെക്കിൽ, ആ മിഡിൽ പീസിൽ ലോട്ട് ഓഫ് മൈറ്റോകോൺട്രിയാസ് ദർ. മൈറ്റോകോൺട്രിയ യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ എനർജി സ്റ്റോർ ഹൗസ് ഓഫ് എനർജി അല്ലേ. അപ്പോൾ മൈറ്റോകോൺട്രിയ ധാരാളം ഉള്ളതുകൊണ്ട് സ്പേം നല്ല പെട്ടെന്ന് തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് മൂവ് ചെയ്യും. ആൻഡ് ദിസ് ടെയിൽ കൊണ്ട് ഇങ്ങനെ ലാഷ് ചെയ്ത് ഇങ്ങനെ പോകും. മനസ്സിലല്ലേ? ടെയിൽ വെച്ച് അവരിങ്ങനെ ഇതായിട്ട് പോകും. ഹെഡ് എന്തൊക്കെയുണ്ട്? ഹെഡ്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. ഹെഡിൽ എന്താ ഉള്ളത്? പാരൻ്റൽ ക്രോമസോം ഈസ് സീൻ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ദി ഹെഡ് ഓഫ് സ്പേം. മിഡിൽ പീസിൽ എന്താ ഉള്ളത്? മൈറ്റോകോൺട്രിയ, എനർജി സ്റ്റോർ ഹൗസ് പ്രസൻറ്റ് ഇൻ ദ മിഡിൽ പീസ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് എനർജി ഫോർ മൂവ്മെൻറ്റ്. ആൻഡ് ടെയിൽ, ലാസ്റ്റ് പാർട്ട് ഈസ് ടെയിൽ. മനസ്സിലായാലും? സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് എ പെയർ ഓഫ് ടെസ്റ്റിസ്. കണ്ടില്ലേ? സ്പേംസ് നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്പേംസ് ആർ ഫോംഡ് ഇൻസൈഡ് ദ ടെസ്റ്റിസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്ക്രോട്ടൽ സാക്ക് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റി എന്നാൽ വയറിൻ്റെ 2 ക്യാവിറ്റി ഉണ്ടെന്ന് അറിയാലോ, തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് കാണപ്പെടുന്നതാണ് ഏത്? മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഗോട്ട് ഇറ്റ്? ടെസ്റ്റിസ് ഓൾസോ പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ. മെയിൽ ഹോർമോൺ ഉണ്ടാകുന്ന ഈ ഒരു വരി കണ്ടില്ലേ? ഏതാണ് ഈ മെയിൽ ഹോർമോൺ? ടെസ്റ്റോസ്റ്റിറോൺ. മെയിൽ സെക്സ് ഹോർമോണാണ്. പുരുഷൻ്റെ സ്വഭാവത്തിൻ്റെ ഉള്ള എല്ലാ സവിശേഷതയ്ക്കും എല്ലാ ക്യാരക്ടറിനുമുള്ള ഇതാണ് മെയിൽ സെക്സ് ഹോർമോൺ. എവിടെ നിന്നാണ് വരുന്നത്? ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ദിസ്. വാട്ട് ഈസ് ദിസ് നെയിം? ടെസ്റ്റോസ്റ്റിറോൺ. ഇനി ടെമ്പറേച്ചർ ലെസ്സായിട്ടൊക്കെ ഇരിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ സ്ക്രോട്ടൽ സാക്ക്. പുറത്താണല്ലോ, അപ്പോൾ സ്ക്രോട്ടൽ സാക്കിൻ്റെ ഉള്ളിലാണ് ടെസ്റ്റിസ് ഇരിക്കുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ്? ദി സ്ക്രോട്ടൽ സാക്ക് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ. അതായത് താഴ്ന്ന ടെമ്പറേച്ചർ എപ്പോഴും സ്പേംസിന് ആവശ്യമാണ്. ഒത്തിരി അങ്ങ് ചൂട് പാടില്ല, താഴ്ന്ന ടെമ്പറേച്ചർ ലെസ് ദാൻ ദി ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒരു 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് സെൽഷ്യസ് വരുമ്പോൾ ഇവിടെ സ്പേമിന് 35 to 36, കുറച്ചും കൂടെ താഴ്ന്ന ഒരു ഡിഗ്രി മതി. Then sperms along with the secretion of glands, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് പെനിസ് വഴി പുറത്തേക്ക് പോകുന്നതിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞത്. വാട്ട് ഈസ് ഇൻസെമിനേഷൻ? സ്പേം അലോങ് വിത്ത് ദ സെക്രീഷൻ ഓഫ് ഗ്ലാൻഡ്സ് ഇൻക്ലൂഡിങ് ദി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് റീച്ചസ് ദ പെനിസ് ആൻഡ് ഇസ് സെക്രീറ്റഡ് ഔട്ട്സൈഡ്. പുറത്തേക്ക് പോകുന്നതിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തരുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. വാട്ട് ആർ ദ പാർട്സ്? വജൈന. ദെൻ ആദ്യം ഇവിടെ തൊട്ട് തുടങ്ങാം. ഓവറി പ്രൊഡ്യൂസസ് ഓവം ആൻഡ് ഫീമെയിൽ ഹോർമോൺസ്. കണ്ട് ഈ 2 ഓവറി ഉണ്ട്. ഫീമെയിലിന് 2 ഓവറി ഉണ്ട്. ഈ വെളുത്ത ഭാഗം ദാറ്റ് പ്രൊഡ്യൂസസ് വാട്ട്? ഓവം ആൻഡ് ഫീമെയിൽ ഹോർമോൺസ്. നെക്സ്റ്റ് ഈസ് ഫെലോപ്പിയൻ ട്യൂബ് ഓർ ഓവിഡക്റ്റ്. ഈ കോയിലുകൾ കണ്ടോ, 2 കോയിലുകളുണ്ട്. ഓവിഡക്റ്റ് ഓർ ഫെലോപ്പിയൻ ട്യൂബ് കണ്ടെയ്ൻസ് ക്യാരീസ് ഓവം ടു ദ യൂട്രസ്. ഇവിടെ നിന്നുണ്ടാവുന്ന ഓവത്തിനെ ഈ ഫെലോപ്പിയൻ ട്യൂബിലൂടെ നമ്മുടെ യൂട്രസ്, ഇതാണ് യൂട്രസ്, ഇവിടേക്ക് എത്തിക്കണം. ഇവിടെയാണ് ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ്. മനസ്സിലായല്ലോ? ഇവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഈ ഫെലോപ്പിയൻ ട്യൂബിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ഈസ് യൂട്രസ്. യൂട്രസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സെൻട്രൽ പാർട്ടാണ്. ഇവിടെയാണ് ഒരു ഫീറ്റസ് പറഞ്ഞാൽ ഒരു ചെറിയ ശിശു, ഫീറ്റസ്. അതിൻ്റെ ഫുൾ ഗ്രോത്തും യൂട്രസിനകത്താണ് നടക്കുന്നത്. നെക്സ്റ്റ് ഈസ് എൻഡോമെട്രിയം. നോക്കൂ, ഒരു ബ്ലൂ ലൈനിങ് പോലെ ഒരു തിക്നെസ് ആയിട്ട് ഉണ്ട്. അവിടെയാണ് നമ്മുടെ ബേബി പറ്റിപ്പിടിച്ച് വളരുക. ഫീറ്റസ് ഗ്രോസ് ബൈ എഡറിങ്. എഡറിങ് പറഞ്ഞാൽ പറ്റിപ്പിടിച്ച് ഈ എൻഡോമെട്രിയൽ വാളിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ച് വളരും. നെക്സ്റ്റ് ഈസ് വജൈന. യൂട്രസ് ഓപ്പൺ ചെയ്ത് ഉള്ള ഭാഗമാണ് വജൈന.
സ്പേംസ് ആർ ഡെപ്പോസിറ്റഡ് ഹിയർ. സ്പേംസ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അകത്തേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ എഗ്ഗ് വന്ന് ഫെർട്ടിലൈസേഷൻ ചെയ്യുന്ന ഭാഗം. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ ഒരു കുട്ടിയുടെ രൂപമായിട്ട് ഇവിടേക്ക് വരും. ക്ലിയർ? നെക്സ്റ്റ് ഈസ് ഓവം. ഓവം മീൻസ് ഫീമെയിൽ ഗ്യാമറ്റ് ആണ്. ഓവം ഈസ് ഫീമെയിൽ ഗ്യാമറ്റ്. സ്പേമിനെ പോലെയല്ല, കുറച്ചും കൂടി ലാർജറാണ്. ഇറ്റ് ഈസ് നോൺ മോട്ടൈൽ ഓൾസോ. ഓവം ഈസ് നോൺ മോട്ടൈൽ ഓൾസോ. അത് അനങ്ങുന്നില്ല. ഓവം അനങ്ങുന്നില്ല. മനസ്സിലായില്ലേ? ഓവത്തിന് ചലിക്കാൻ പറ്റുന്നില്ല. സ്പേം ഈസ് മോട്ടൈൽ, ഓവം ഈസ് നോൺ മോട്ടൈൽ. നെക്സ്റ്റ് ഈസ് ഓവറി. ഓവറിൽ നമുക്ക് എഗ്ഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് ഈസ് ഓവ. ഓവറിയിൽ നമുക്ക് ഓവറിയിൽ തന്നെ നമുക്ക് 2 ഹോർമോൺ ഉണ്ട് സ്ത്രീകൾക്ക്, ഫീമെയിലിന്. വാട്ട് ആർ ദേ? ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. മെയിലിന് ഏതാണുള്ളത്? ടെസ്റ്റോസ്റ്റിറോൺ. ബട്ട് ഫീമെയിൽ ദേ ഹോർമോൺസ് ആർ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ഓവുലേഷൻ? ഓവുലേഷൻ ഇസ് ദ റിലീസിങ് ഓഫ് ദിസ് മെച്യൂർ ഓവം ഫ്രം ദ ഓവറി. മെച്യൂർ ഓവം കേട്ടോ. മെച്യൂർ ഓവം ഈ ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിനാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. നോർമലി 1 ഓവം മെച്യൂർസ് പെർ മന്ത്. യൂഷ്വലി 1 ഓവം മെച്യൂർസ് പെർ മന്ത്. ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ള നോട്ടുകളൊക്കെ ഞാൻ തരുന്നതാണ്. താങ്ക് യു.